ഈ സംഗീതം, താളബോധം, ഇതൊക്കെ അവനവൻ കടമ്പയിലുള്ള ആ ഒരു ശിക്ഷണം, പ്രത്യേകിച്ച് തനത് നാടകത്തിൻ്റെ തുടക്കങ്ങളിലുള്ള ശിക്ഷണം, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ താളമില്ലാതെ ഒരു ആക്ടറൊന്നും ജനിക്കില്ല. താളം ഉണ്ടെങ്കിലേ ആക്ടറുള്ളൂ. താളം ഉണ്ടെങ്കിൽ ഏതൊരു കലാകാരനുണ്ട്. ഇപ്പം ബാബു ക്യാമറ ചെയ്യണമെങ്കിൽ ക്യാമറയുടെ താളം ബാബുവിനറിയാം. ഈ ക്യാമറയുടെ താളത്തിന് ഒപ്പിച്ചാണ് ഞങ്ങൾ തുള്ളുന്നത്. ഈ തുള്ളൽ തെറ്റിയാൽ ക്യാമറ ഓഫ് ചെയ്യും. അത് പോരാന്ന് ക്യാമറ. അപ്പോൾ അവിടെ ഡയറക്ടറും കൂടെ ആവും. ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടർ, ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടറുടെ ഉള്ളിൽ ആക്ടർ, ഈ ഇൻസ്ട്രുമെൻറ്റും, ഈ 4 എണ്ണം കൂടെ ചേർന്നാണ് ഈ വാസ്തവത്തിൽ. ഇതേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വെളിയിൽ നിൽക്കുന്ന ഡയറക്ടർ പറയും, അദ്ദേഹത്തെ ആ കഥാപാത്രത്തിൻ്റെ ടൈറ്റ് ക്ലോസ്, കണ്ണും നെറ്റിക്ക് താഴെ ചുണ്ട് വരെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഏക വ്യക്തി ക്യാമറമാനാണ്. ഈ ഡയറക്ടർ കാണാനാക്കില്ല, അഭിനയിക്കുന്ന എനിക്ക് കാണാനാക്കില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആക്ടറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഐ വിൽ സീ ഇറ്റ് ഇൻ ദി 40 to 30 feet സൈസ് ഇൻ മൈ മൈൻഡ്. എന്നിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ക്യാമറമാനോടൊപ്പം രാമേന്ദ്ര ബാബുവിനറിയാം, മധുപാട്ടെല്ലാം ചോദിക്കും, വാട്ട് ഇസ് ദി സൈസ് ഓഫ് ദി ഷോട്ട്. ബെറ്റർ ജഡ്ജ്മെൻറ്റ് എപ്പോഴും ക്യാമറമാനാണ്. ഈവൻ ആക്ടിങ്ങിനെ കുറിച്ച് പോലും ഡയറക്ടർക്ക് ഈ ആക്ടിങ്ങിൻ്റെ ഇവിടെ നോക്കിയിട്ട് മതി പറയും. പക്ഷേ ക്യാമറമാൻ പറയും, ക്യാമറ ഹീ ഈസ് സീയിങ് ഇറ്റ് ഇൻ ദി ഫുൾ ഫ്രെയിം വിത്ത് ഹിസ് ഫേസ് ഉണ്ട്. അപ്പോൾ പറയും, അത് ശരിയായില്ല, ഒന്നുകൂടെ എടുത്തോളാം എന്ന് പറയും.